പപ്പൻ പ്രിയപ്പെട്ട പപ്പൻ എന്ന ചിത്രത്തിലെ ചിരി നിറഞ്ഞ രസകരമായ കോമഡി സീൻസ്. ആരാ? എന്ത് വേണം? സിംഗപ്പൂരിൽ നിന്ന് വന്ന ആൻഡപ്പൻ. ഞാൻ തന്നെയാ. നമ്മളാരാ? ഞാൻ കൊച്ചാപ്പു, എസ് ഐ കൊച്ചാപ്പു. എസ് ഐ ആണോ? വരൂ, അകത്തേക്ക് വരൂ. ഇരിക്കൂ. കണ്ടപ്പോഴെനിക്ക് മനസ്സിലായി പോലീസ് ഡിപ്പാർട്ട്മെന്റുമായിട്ട് എന്തോ ബന്ധപ്പെട്ട ഒരാളാണ്. പക്ഷെ യൂണിഫോം ഇല്ലാത്തതുകൊണ്ട് എസ് ഐ ആണെന്ന് മനസ്സിലായില്ല. ഞാൻ അങ്ങോട്ട് വന്ന് പരിചയപ്പെടാതിരിക്കുകയായിരുന്നു. താമസം തുടങ്ങിയല്ലേ ഉള്ളൂ, സമയം കിട്ടിയില്ല. ഗ്രേസി, കമല. ഗ്രേസി എന്റെ ഭാര്യ. ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ ഇവിടെ. ഈ വലിയ വീട്ടിലോ? കൂട്ടിനെങ്കിലും ഒരാളെ താമസിപ്പിക്കാമായിരുന്നു. എന്തിനാ? എനിക്ക് കൂട്ട് ഗ്രേസി, ഗ്രേസിക്ക് കൂട്ട് ഞാൻ, ഗ്രേസിക്ക് കൂട്ട് ഞാൻ, എനിക്ക് കൂട്ട് ഗ്രേസി. ഇതാണ് സാക്ഷാൽ ഗ്രേസി. നമസ്കാരം. കൊച്ചാപ്പു. വെറും കൊച്ചാപ്പു അല്ല, എസ് ഐ കൊച്ചാപ്പു, സബ് ഇൻസ്പെക്ടറാ. നമ്മളെ കാണാനും പരിചയപ്പെടാനും വേണ്ടി ഇവിടെ വന്നതാ. എന്റെ അതിർത്തിയിൽപ്പെട്ട സ്ഥലമാണല്ലോ. സിംഗപ്പൂരിൽ നിന്നും പുതുതായി ഒരു കുടുംബം താമസിക്കാൻ വരുമ്പോ അന്വേഷിക്കേണ്ടത് എന്റെ ഡ്യൂട്ടിയാണല്ലോ. ഗ്രേസി, ചായ കൊണ്ടുവരാം. പിന്നെ ചായ അല്ലാതെ ഹോട്ടായിട്ട് വേറെ എന്തെങ്കിലും വേണ്ട? പൊക്കോളൂ. അതേ, അപരിചിതനെ വീട്ടിൽ കയറ്റുന്നത് ഗ്രേസിക്ക് വലിയ പേടിയാ. അതെന്താ? കുഞ്ഞല്ലേ. ആര്? ഗ്രേസി. ഇപ്പൊ പോയതോ? ഞാനും അവളും കൂടെ റോഡിൽ നടന്നു പോകുന്ന കണ്ടിട്ട് പലരെയും ചോദിച്ചിരുന്നു, സാറിന്റെ മകളല്ലേ, സാറിന്റെ മകളല്ലേ, സാറിന്റെ മകളല്ലേ. അത് അസൂയുണ്ട്. ആയിരിക്കും. എങ്ങനെ അസൂയ ഇല്ലാതിരിക്കും? ഈ കാണാവുന്ന സർവ്വ സ്വത്തിനും അവകാശി അവളാ. അവളാണെങ്കിൽ കൊച്ചു പെണ്ണു. ഇത്രയും സ്വത്തുക്കളുള്ള നിലയ്ക്ക് കുറച്ചുകൂടി ശ്രദ്ധിക്കുന്നത് നല്ലതാ. മറ്റൊന്നും കൊണ്ടല്ല, ഈ നാട്ടിൽ കള്ളന്മാര് കുറച്ച് കൂടുതലാ. കള്ളന്മാർ ഈ വീട്ടിൽ നിന്നും? നിങ്ങൾ ഈ പോലീസ് എന്ന് പറയുന്നവർ പലതും എന്നിൽ നിന്ന് പഠിക്കാനുണ്ട്. സിംഗപ്പൂർ ആൻഡപ്പൻ എന്ന പേര് കേട്ടാൽ സിംഗപ്പൂരിലെ സർവ്വമാന കള്ളന്മാരും ഞെട്ടി പറയ്ക്കും. സിംഗപ്പൂര് പോലല്ലോ നമ്മുടെ നാട്. കുറഞ്ഞ പക്ഷം ഒരു പട്ടിയെങ്കിലും വളർത്താമായിരുന്നു. ഞാനുള്ളപ്പോ ഇവിടെ എന്തിനാ ഒരു പട്ടി? അത് ശരി, പക്ഷേ സ്വയരക്ഷയ്ക്കെങ്കിലും. സ്വയരക്ഷയ്ക്കോ? ഇത് കണ്ടാ പിന്നെ കള്ളന്മാരെടുക്കോ? സാധനം ഫോറിനാ. കളിത്തോക്ക, പക്ഷെ കണ്ടാ പറയില്ല. കള്ളന്മാർക്ക് പേടിക്കാൻ ഇത് ധാരാളം മതി. അതെ, പേടിയുള്ളവർക്ക് പേടിക്കാൻ ഇത് ധാരാളം മതി. സിംഗപ്പൂരിൽ കള്ളന്മാരെ പിടിച്ചു കൊടുക്കലായിരുന്നു എന്റെ ഹോബി. ഓഹോ. കാളി മുഴുവൻ ഇതുകൊണ്ടാ. ഇതുകൊണ്ട് തീർന്നില്ല, ഇനിയുണ്ട് ധാരാളം കാണാൻ. വരൂ. ആ വാതിൽ അടച്ചു. ഇതെന്താവുന്നു? ഇത് ഈ മലമൂത്ര വിസർജനത്തിന് ഉപയോഗിക്കുന്ന ക്ലോസറ്റ്. ക്ലോസറ്റ് എന്നതല്ല. ഞാൻ തുറക്കാനോ? അവമാനിക്കാനല്ല, ധൈര്യമായിട്ട് തുറന്നോളൂ. ഇനി പറയൂ, ഈ സിംഗപ്പൂർ ആൻഡപ്പനെ കിടത്തി വെട്ടാൻ മാത്രം ബുദ്ധിശക്തിയുള്ള ഏതെങ്കിലും ഒരു കള്ളൻ ഈ ഭൂമുഖത്ത് ജീവിച്ചിരിപ്പുണ്ടോ? ഉണ്ട്, ഒരാളുണ്ട്. ആര്? കായിക്കര കൊച്ചാപ്പു. അതാരാ? നിങ്ങൾ എസ് ഐ അല്ലേ? ശവക്കോട്ടപ്പറമ്പിൽ ഇട്ടിമകൻ കൊച്ചാപ്പു, എസ് ഐ കൊച്ചാപ്പു. ഹൻസാബ്. നമ്മൾ സ്നേഹിതന്മാരായി പോയതുകൊണ്ട് വളച്ചുകെട്ടില്ലാതെ കാര്യം പറയാം. എനിക്കിതിൽ നിന്നും ഒരു 10,000 രൂപ വേണം. 10,000 രൂപയോ? 10 പൈസയിലാന്ന് കിട്ടില്ല. പൈസയായിട്ട് വേണ്ട, രൂപയായിട്ട് മതി. ഒരു പാവപ്പെട്ട പെൺകുട്ടിയുടെ വിവാഹം നടത്താനാണ്. ഒരു നല്ല കാര്യം പറയുമ്പോൾ നോക്കി നിന്നാലോ, എടുക്കണം. എന്ത് നല്ല കാര്യം? നിങ്ങളുടെ
ജീവൻ നഷ്ടപ്പെടാതിരിക്കുന്നത് തന്നെ ഒരു ചീത്ത കാര്യമാണോ? നീ എന്നെ കൊല്ലുവോ? എനിക്ക് നിർബന്ധമൊന്നുമില്ല. പിന്നെ നിങ്ങൾക്ക് നിർബന്ധമുണ്ടെങ്കിൽ കൊല്ലാനും കൊച്ചാപ്പനും മടിയില്ല. എടുക്കണം. 10 തന്നെ വേണോ? 10. 5 പോരെ? തൽക്കാലം ഇത് മതി. ഇനിയും വേണമെങ്കിൽ ഇനിയും വരാമല്ലോ. ഇവിടെ തന്നെ കാണുമല്ലോ. വരണം, വരൂ. കംലോ. സോറി, ഇദ്ദേഹം മരിച്ചിട്ട് മണിക്കൂറുകളായിരിക്കുന്നു. എന്താണ് 10 രൂപ കൂടുതൽ കൊച്ചാപ്പൂവിന്റെ ശരീരം ഇപ്പോഴും നല്ല ഉഷാറാ. നെഞ്ചത്തൊരു തുള വീണിട്ടുണ്ടെന്നേ ഉള്ളൂ. അയ്യോ, കുത്തുകൊണ്ടന്നെ തുളയാ. അതുകൊണ്ട് നിനക്ക് കുഴപ്പമൊന്നുമില്ല. തുള അവന്റെ നെഞ്ചത്തല്ലേ. ഒരുത്തൻ വാതരോഗി, ഒരുത്തൻ നെഞ്ചിൽ തുള. നിങ്ങൾ ഈ കൊള്ളാവുന്ന ശരീരം വല്ലതും തരുന്നുണ്ടോ? എടാ, നീ എന്റെ കാലിനാവല്ലോ ഇപ്പോ. എന്റെ പൊന്നു പപ്പ, നീ ഞാൻ പറയുന്നൊന്ന് ചെയ്യേ. ഞാൻ എന്താ ചെയ്യണ്ടേ? നിന്റെ ശേഷിച്ച ദിവസങ്ങള് നീ കൊച്ചാപ്പൂവിന്റെ ശരീരത്തിൽ ഞാൻ കരിയ. ദേവി ഇത് എന്നെ ബുദ്ധിമുട്ടിക്കരുത്. ത്തിന് 16, 18 16 34. 2 ശനി. മനസ്സിലായില്ലേ? സെക്കൻഡ് സാറ്റർഡേ. ശനിയും ഈ ശനി ഞായറാഴ്ച നടക്കും. 53 19 22 നടപ്പ്. നടപ്പൊന്നുമല്ല, കിടപ്പാ. കാലം കുറെ കിടക്കാൻ തുടങ്ങിയിട്ട്. അഷ്ടമത്തി ചൊവ്വയാണ്. ഇപ്പൊ ശനി പോയി ഞായർ പോയി ഇപ്പൊ ചൊവ്വയായോ? എന്റെ ഈശ്വര. മരണകാരകനായ ഗുളികന്റെ നോട്ടവും ഉണ്ട്. അപ്പൊ ഈ നോട്ടം മാത്രമേ ഉള്ളൂ. അവൻ 7-ൽ നിന്ന് ഏങ്കോണിച്ച് നോക്കുന്നുണ്ട്. അതുകൊണ്ട് മരണം സുനിശ്ചിതം. അതെപ്പോഴാ നടക്കണേന്നൊന്ന് പറയണ്ട പൊന്നു ചോദിച്ചരേ. നോക്കാം നോക്കാം. പറഞ്ഞാ വിഷമം തോന്നരുത്. ജോലിച്ചിട്ട് പറഞ്ഞേ. ഈ ജാതകകാലം മരിച്ചു കഴിഞ്ഞു. ഈ ജാതകം തെറ്റാണ്. ജാതകം തെറ്റൊന്നുമില്ല. അപ്പൊ പിന്നെ ആളിപ്പോഴും ജീവിച്ചിരിക്കുന്നത് എങ്ങനെയാ? എന്നൊന്നും പറഞ്ഞാൽ ഞാൻ സമ്മതിക്കില്ല. ഈ ജാതക പ്രകാരമുള്ള വ്യക്തി മരിച്ചു കഴിഞ്ഞു. നമുക്ക് നമ്മുടെ വീട്ടിൽ പോകാമെന്ന്. നീ ഒന്ന് ചുമ്മാ ഇരടി. രണ്ടിലൊന്നും അറിയാം എങ്ങനെയാ പോവാ. തിരക്കുള്ളവർക്കൊക്കെ വേണമെങ്കിൽ പോകാം. ഇല്ല ഇല്ല, ഇവിടെ ആർക്കും തിരക്കൊന്നുമില്ല. അല്ല, ജോലിച്ചിട്ട് പോവാണ്. അതെ, അങ്ങനെ പോയാലൊക്കോ? രണ്ടിലൊന്ന് തീരുമാനിച്ചിട്ട് പോവോ? ഞാൻ ചെയ്യാനാ. വല്ല കാര്യമുണ്ടോ? എന്തെങ്കിലും ഒന്ന് ചെയ്യണം. അതിന് വരെ ആളെ നോക്കണം. അവിടെ ഞാൻ ഇല്ല. ആരെങ്കിലും ഒന്ന് ചുമ്മാ ഇരി. അങ്ങനെ പണിക്ക് പോട്ടെ. എടാ മറ്റെന്താ ഇങ്ങൾക്ക് എന്താന്ന് വെച്ചാ കൂടെ ഇന്നാ ചോദിച്ചേ ചെന്നാട്ടെ. അവിടെ ശരി ചെല്ല്. അങ്ങനെ 5 രൂപ അതും പോയി. മോനെ മോനെ ചേട്ടാ, അത് ഞാൻ നേരെ അത് താഴെ പൊട്ടു. അത് വേണ്ടാട്ടാ. എന്നാ ഓണത്തിന്റെ ഒരു പൂട്ട് വെച്ചോടോ. കക്ക നടക്ക് വള്ളന്മാര്. എന്തിനാ പേടിക്കുന്നത്? വരൂ. എന്തിനാ അവിടെ നിന്ന് എല്ലാവരും സൂക്ഷിച്ചു നോക്കിയത്? ഞാൻ മരിച്ചോന്നറിയാനാ. അപ്പൂപ്പം പെട്ടെന്ന് മരിക്കുമെന്ന് നിങ്ങളോട് ആരാ പറഞ്ഞേ? അമ്മ പറഞ്ഞു.
അയ്യോ അവള് കള്ളം പറയാ, അമ്മ അങ്ങനെയൊന്നും പറഞ്ഞില്ല. എന്നാ അച്ഛൻ പറഞ്ഞു കാണും. അച്ഛൻ അങ്ങനെ മനസ്സിൽ പോലും വിചാരിച്ചിട്ടില്ല. മോള് ഏത് ക്ലാസ്സിലാ പഠിക്കുന്നേ? 7ാം ക്ലാസ്സിൽ. എമ്മക്കാരിയുടെ സാമർഥ്യമുണ്ട്. കള്ളം പറയുന്നത് അപ്പൂപ്പന് ഇഷ്ടമല്ല. അപ്പൂപ്പൻ മരിക്കെന്ന് പറഞ്ഞത് കള്ളമാണോ? എല്ലാവരും മരിക്കും, ആരും മരിക്കാതിരിക്കില്ല. പക്ഷേ അത് ഒരിക്കലേ ഉണ്ടാവുന്ന വെപ്പ്